ഹാപ്പി വാച്ചാണ്. നല്ല ഹ്യൂമർ എടുത്ത് പറയേണ്ടതാണ്. ത്രൂ ഔട്ട് നമുക്ക് കണ്ടിരിക്കുമ്പോൾ നല്ലൊരു ഫീൽ ഗുഡ് പടം തന്നെയാണ് ഇത്. എല്ലാവരും കാണുക. ഫാമിലി എൻ്റർടൈനറാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട തരത്തിലുള്ള വളരെ ഫീൽ ഗുഡായിട്ടുള്ളൊരു മൂവിയാണ്. ഇപ്പോൾ 2-3 പടങ്ങൾ നമുക്ക് ത്രില്ലർ ജോണറിൽ വന്ന് ഇതൊരു ഫാമിലി എൻ്റർടൈനറായിട്ടുള്ളൊരു ഫീൽ ഗുഡ് മൂവിയാണ്. നല്ല മൂവി. ഒരു കോമഡി ജോണറാണോ പടം? കോമഡി ജോണറല്ല, ഫാമിലി. ഇവരുടെ കോംബോ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? വർക്കൗട്ട് ആയോ? കോംബോ അടിപൊളിയായിരുന്നു. ശ്രുതി നല്ലപോലെ ചെയ്തു, ഭയങ്കര ഇഷ്ടം. പിന്നെ വിൻസി അടിപൊളിക്കായി, എല്ലാവർക്കും ഇഷ്ടം. മാച്ചുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് ഫസ്റ്റ് ഹാഫ് അത്രയ്ക്ക് പോരെന്ന് തോന്നി. പക്ഷെ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ കാലത്തായിട്ട് ഒരു രസവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒക്കെ വൺ ടൈം മാച്ചുകളായിട്ട് എനിക്ക് തോന്നി. സിനിമ ഞങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും നന്നായി തോന്നി ഇത്രയും വലിയൊരു ഓഡിയൻസിന്റെ ഒപ്പം കാണുമ്പോൾ. ഫസ്റ്റ് ഷോ തന്നെയാണ്, അത് സൂപ്പറായി. മിന്നൽ മുരളി എന്ന് പറഞ്ഞാൽ മിന്നൽ മുരളിയിലും ഇതിലും എനിക്ക് മിന്നൽ മുരളി ഒരു സൂപ്പർ ഹീറോ സിനിമയാണല്ലോ. ഇതിലും എനിക്ക് കുറച്ച് സൂപ്പർ ഹീറോ പോലെ ചെയ്യാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മിന്നൽ മുരളിയുടെ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്ത് അടിപൊളിയാവുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലങ്ങനെ ചെയ്യാൻ പറ്റി. എല്ലാവർക്കും കാണാൻ പറ്റുന്ന മേക്കിംഗ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് എസ്പെഷ്യലി കുറച്ചുകൂടെ ഫാമിലി ആയിട്ട് വന്ന് കാണുമ്പോൾ കുറച്ചുകൂടെ ഈവൻ ഇപ്പോൾ സ്മോൾ ചെറിയ കുട്ടികൾക്ക് വരെയുള്ള പരിപാടികളുണ്ട്. നമ്മൾ വശിഷ്ഠ ചെയ്ത ക്യാരക്ടർ അതും നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. നമ്മൾ ചെയ്ത ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒരു ഫാമിലി മൂവിയാണ്. ഫാമിലിക്ക് വർക്കാവുന്ന ഒരു മൂവിയാണ്. അപ്പം അവരുടെ റെസ്പോൺസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ലെറ്റ്സ് സീ. ഒരു ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേ ഒക്കെ കടന്നു പോകുമ്പോഴായിരിക്കും നമുക്കൊരു ഓവറോൾ റിവ്യൂ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇതിൽ ഈ ഒരു മൂവിയിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ആർട്ടിസ്റ്റുകൾ എന്ന നിലയ്ക്കും ഒരു ടീം വർക്ക് എന്നുള്ള നിലയ്ക്കും നല്ല രീതിയിൽ ആളുകളിലോട്ട് എത്തട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ.